ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം അനിമി സ്റ്റോറീസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബ്ലൂ ബോക്സ് അനിമിയുടെ 17ാമത്തെ എപ്പിസോഡാണ്. അപ്പൊ കഴിഞ്ഞ എപ്പിസോഡില് ഹിന ചിനാറ്റ്സുന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും, എനിക്ക് ടൈക്കിനോട് ഇഷ്ടമുള്ള കാര്യം ഞാൻ അവനോട് പറഞ്ഞു എന്ന്. എന്നിട്ട് ചിനാറ്റ്സു ഹിനയോട്, ഓ അങ്ങനെയാണോ, ഞാനിത് നിന്നോട് പറയാൻ കാരണം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ താമസിക്കുന്നേ, അതുകൊണ്ട് എനിക്ക് പറയണമെന്ന് തോന്നിയ അത്രേ ഉള്ളൂ. ഇനി എന്നെ വേറെ രീതിയിൽ ട്രീറ്റ് ചെയ്യണമെന്നൊന്നും ഇല്ലാട്ടോ എന്ന് ഹിന പറയുവാണ്. അതിന് ഞാനിപ്പോ ടൈക്കിന്റെ ഫാമിലിന്റെ ഒപ്പം അല്ല താമസിക്കുന്നേ. എന്റെ മുത്തശ്ശന് ഒരു സർജറി ഉള്ളത് കൊണ്ട് എന്റെ അമ്മ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരു മാസം അവരുടെ കൂടെയാണ് എന്ന് ചിനാറ്റ്സ് പറയുവാണ്. അപ്പൊ ഹിനയ്ക്ക് ആവശ്യമില്ലാണ്ട് പറഞ്ഞ പോലെ ആകും, എനിക്കത് അറിയില്ലായിരുന്നു. എന്തായാലും മുത്തശ്ശന്റെ സർജറി ഒക്കെ നന്നായിട്ട് തന്നെ പോകട്ടെ, എനിക്ക് വേറെ കാര്യങ്ങളും കൂടെ കുറച്ച് നോക്കാനുണ്ടായിരുന്നു, എന്നാ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ഹിന അവിടുന്ന് പോവുകയാണ്. എന്നിട്ട് ചിനാറ്റ്സ് താടിയിൽ കൈയും കൊടുത്ത് അവിടെ നിൽക്കുവാണ്. അടുത്ത സീനില് ടൈക്കി പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുകയാണ്. ടൈക്കിന്റെ പ്രാക്ടീസ് കണ്ട് ടൈക്കിന്റെ ഫ്രണ്ട്സ്, ടൈക്കി നീ ഇപ്പൊ ഇന്നും നന്നായി പെർഫോം ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ടൈക്കി അവരോട് താങ്ക്സ് പറഞ്ഞിട്ട് മനസ്സിൽ കരുതുവാണ്, എനിക്കറിയില്ല അവര് പറയുന്നതൊക്കെ സത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് ഇന്നും പോയിന്റ്സ് സ്കോർ ചെയ്യണം, ചിലപ്പോ ഞാൻ കോർട്ടില് ബെറ്റർ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ടാവും, എന്നിരുന്നാലും ഞാൻ എന്താണ് വളരെ സ്റ്റക്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നേ. അങ്ങനെ ബാഡ്മിന്റൺ ടീമിന്റെ കോച്ച് വന്ന് അവരെയൊക്കെ വിളിക്കുവാണ്. നമുക്ക് ഈ സാറ്റർഡേ പ്രാക്ടീസ് മാച്ച് ഉണ്ടാവും, നമ്മൾ സാച്ചിക്കാവ ഹൈസ്കൂളിന്റെ ഒപ്പാണ് കളിക്കുന്നത്, അവരായിരിക്കും നമ്മുടെ ഓപ്പണന്റ്. പെട്ടെന്ന് ടൈക്കി യൂസേനെ ഓർക്കുവാണ്. അവനന്ന് കളിച്ച് തോറ്റ മാച്ച് ഓർത്തോണ്ടിരിക്കുവാണ്. അടുത്ത വർഷം നാഷണൽസിന് നമ്മൾ എന്തായാലും സാച്ചിക്കാവേനെ തോൽപ്പിച്ചേ പറ്റുള്ളൂ എന്ന് കോച്ച് പറയുവാണ്. അപ്പൊ ഹാരിയു, എന്തായാലും നല്ല സമയത്ത് തന്നെയാണ് വെക്കുന്നത്, ഫസ്റ്റ് ഇയേഴ്സും എന്തായാലും വരുന്നാണ് എന്റെ പ്രതീക്ഷ. അപ്പൊ അവിടെ നിൽക്കുന്ന വേറൊരു പ്ലെയർ ആര് യൂസയോ. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചു നിൽക്കുമ്പോ ഹാരിയു പെട്ടെന്ന് ടൈക്കിനെ നോക്കുവാണ്. ഇവൻ എന്തിനാ ഇങ്ങനെ ഫേസ് വെച്ചോണ്ടിരിക്കുന്നേ. എന്നിട്ട് ഹാരി ഒരു പേപ്പർ എടുത്ത് ടൈക്കിയുടെ തലയ്ക്ക് എറിയുവാണ്. നിനക്കെന്താ ഒരു നെർവസ് പോലെ, നീ ആ ചെറുക്കന്റെ അടുത്ത് നേരത്തെ കളിച്ച് തോറ്റത് കൊണ്ടാണോ, നീ നിന്റെ ബെസ്റ്റ് ഷോട്ട് കൊടുത്താ മതി എന്ന് ഹാരി പറയുവാണ്. ഞാൻ എന്റെ ബെസ്റ്റ് തന്നെ കൊടുക്കും എന്ന് ടൈക്കിയും പറയുവാണ്. അടുത്ത സീനില് ടൈക്കി ഓടിക്കൊണ്ടിരിക്കുവാണ്. പുറകില് ഹിനയുണ്ടാവും. അവളുടെ സ്ക്രിപ്റ്റും വായിച്ച് ടൈക്കിന്റെ അടുത്ത് സംസാരിച്ച് ഓടിക്കൊണ്ടിരിക്കുമായിരിക്കും. അപ്പൊ ടൈക്കി, നീ ഒന്നീ സ്ക്രിപ്റ്റ് പഠിക്ക്, അല്ലാന്നുണ്ടെങ്കിൽ നീ ഓട്, രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്യുന്നു പറയുവാണ്. അത് എക്സസൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മണ്ടയിൽ നിൽക്കും എന്ന് ഹിന പറയുവാണ്. അല്ല, നിനക്ക് ഈ ശനിയാഴ്ച പ്രാക്ടീസ് മാച്ച് ഇല്ലേ, ഈ ശനിയാഴ്ച എനിക്ക് പ്രാക്ടീസ് ഇല്ല, അതുകൊണ്ട് ഞാൻ നിന്റെ പ്രാക്ടീസ് മാച്ച് കാണാൻ വേണ്ടി വരുവാണ്, എന്നിട്ട് നിന്നെ ഒന്ന് ചേറിപ്പിയാലോ എന്ന് ഹിന പറയുവാണ്. ഇല്ല, അത് കുഴപ്പമില്ല, ഇത് വെറും പ്രാക്ടീസ് മാച്ച് അല്ലേ, പക്ഷെ നീ നേരത്തെ തോറ്റുപോയ സ്കൂളുമായിട്ടല്ലേ പ്രാക്ടീസ് മാച്ച് നടക്കുന്നേ എന്ന് ഹിന പറയുവാണ്. അപ്പൊ ടൈക്കിക്ക് കാര്യം മനസ്സിലാവുകയാണ്, ഹിനയ്ക്ക് എന്തായാലും അവിടെ വരണം. എന്നിട്ട് ഹിന, എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട ആള് അവന്റെ ബെസ്റ്റ് കൊടുക്കുമ്പോ അത് കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. പെട്ടെന്ന് ടൈക്കി തിരിഞ്ഞ് അവളെ വഴക്ക് പറയാൻ നിൽക്കുമ്പോഴത്തേനും ടൈക്കി ഹിനനെ നോക്കി ഒന്ന് സ്റ്റക്ക് ആവുകയാണ്. ഹിന ബുക്ക് എടുത്ത് ടൈക്കിനെ അടിച്ച് ഓടിച്ചോണ്ടിരിക്കുവാണ്. നിന്റെ അടുത്ത് ആരെ ഇങ്ങനെ പെട്ടെന്ന് തിരിയാൻ പറഞ്ഞത്, നീ തിരിഞ്ഞിട്ട് എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ എന്ന് പറഞ്ഞ് ഹിന അവനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അടുത്ത ദിവസം രാവിലെ ചിനാറ്റ്സ് ജിമ്മിലേക്ക് ഓടി വരുവാണ്. അങ്ങനെ കതവ് തുറന്ന് നോക്കുമ്പോ ടൈക്കി അവിടെ ഫയർ ആയിട്ട് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുമായിരിക്കും. അങ്ങനെ ടൈക്കി ചിനാറ്റ്സുവിനെ കാണുവാണ്. നീ രാവിലെ തന്നെ എന്തായാലും ഫയർ ആയിട്ടാണല്ലോ പ്രാക്ടീസ് ചെയ്യുന്നേ, നീ നിന്റെ പ്രാക്ടീസ് മാച്ചിന് റെഡി ആവുകയാണോ എന്ന് ചോദിക്കുവാണ് ചിനാറ്റ്സു. പെട്ടെന്ന് ടൈക്കി മനസ്സിൽ, ഈ ജിമ്മ് ശരിക്കും ഒരു റൂമർ മില്ലാണ്. ശനിയാഴ്ച അല്ലേ പ്രാക്ടീസ് മാച്ച്, എന്റെ പ്രാക്ടീസ് ഉച്ചയാകുമ്പോ തീരും, അത് കഴിഞ്ഞ് ഞാൻ ആ മാച്ച് കാണാൻ വരാം. പെട്ടെന്ന് ടൈക്കി ഒന്ന് നെട്ടുവാണ്. ഇത് ഒഫീഷ്യൽ മാച്ച് ഒന്നും അല്ലല്ലോ, നീ വരണമെന്നൊന്നുമില്ല. അപ്പൊ ചിനാറ്റ്സു, ഇല്ല, എന്തായാലും എനിക്ക് ആ മാച്ച് കാണണം. പെട്ടെന്ന് ടൈക്കി ഹിന പറഞ്ഞത് ഓർക്കുവാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ആള് അവന്റെ ബെസ്റ്റ് കൊടുക്കുന്ന എനിക്ക് കാണണമെന്ന് ഹിന പറഞ്ഞത് എന്റെ തലയിൽ തന്നെ കേറിയെന്നാ തോന്നുന്നേ. ശരി, ഞാൻ നിന്നെ തടയുന്നില്ല എന്ന് ടൈക്കി പറയുവാണ്. ആ ശരി, എന്നാ ഞാൻ അവിടെ ഉണ്ടാകും, എന്നെ കൊണ്ട് നിന്റെ എപ്പിക് ആയിട്ടുള്ള ഗെയിം പ്ലേ മിസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് ചിനാറ്റ്സ് അവിടുന്ന് പോവാണ്. ടൈക്കി വാ പൊളിച്ചു നിൽക്കുവാണ് ചിനാറ്റ്സ് പറയുന്നത് കേട്ടിട്ട്. അടുത്ത സീനില് ടൈക്കി ക്ലാസ്സിൽ ഇരിക്കുവാണ്. ടൈക്കി ക്ലാസ്സിന്റെ വെളിയിലോട്ട് നോക്കിയിരിക്കുവാണ്. ടൈക്കിനെ നോക്കി ഹിന ഇരിക്കുവാണ്. ടൈക്കി ആവട്ടെ ഗ്രൗണ്ടിലുള്ള ചിനാറ്റ്സുനെ ആയിരിക്കും നോക്കിയിരിക്കുന്നേ. അങ്ങനെ വൈകുന്നേരം ടൈക്കി ബാഡ്മിന്റൺ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുവാണ്. ടൈക്കിന്റെ ഷോട്ട് കണ്ട് അവിടെ നിൽക്കുന്ന പ്ലെയർ, ഡാ ടൈക്കി, നീ എന്താ കഴിക്കുന്നേ, നീ പിന്നെ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുവാണല്ലോ. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കഴിക്കുന്നില്ലെന്ന് ടൈക്കി പറയുവാണ്. അപ്പൊ ടൈക്കി മനസ്സില്, ഇല്ല ഇത്രയും പോരാ, ഞാൻ ഇന്നും ഹാർഡ് വർക്ക് ചെയ്യണം. എന്നിട്ട് ടൈക്കി നേരത്തെ കളിച്ച് തോറ്റുപോയ മാച്ചിന് ഓർക്കുവാണ്. അപ്പൊ അവിടെ നിൽക്കുന്നവര് യൂസേനെ പറ്റി സംസാരിച്ചോണ്ടിരിക്കുവാണ്. അവൻ ബെസ്റ്റ് പ്ലെയർ ആണെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുവാണ്. അപ്പുറത്ത് ഹാരിന്റെ ഒപ്പം കളിച്ച് തോറ്റുപോയത് കൊണ്ട് അവന് പണിഷ്മെന്റ് കൊടുത്തോണ്ടിരിക്കുവാണ്. ആ സമയം അവര് ടൈക്കിനെ പറ്റി സംസാരിക്കുവാണ്. അവൻ എന്തായാലും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെ അവൻ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുവാണ്. എനിക്ക് തോന്നുന്നത്
അവൻ അവനെ തന്നെ കുറച്ചും കൂടെ ഹാർഡായിട്ട് പുഷ് ചെയ്യുന്നുണ്ട് എന്നാണ്. കാരണം അവൻ ആ സാച്ചിക്കാവയിലുള്ള ചെറുക്കനെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടും നമ്മൾ ഇംപ്രൂവ് ആയില്ല എന്ന് ചിന്തിക്കുന്നതും വളരെ ബുദ്ധിമുട്ടാണ് എന്ന് ഹാരി പറയുവാണ്. എന്നാ നിനക്ക് അവനെ ഒന്ന് അഡ്വൈസ് ചെയ്തൂടെ? ഏയ് അത് വേണ്ട, ഞാനും അടുത്ത വർഷം നാഷണൽസിൽ കളിക്കാനുള്ളതാണ്. അതുമല്ലാണ്ട് എനിക്ക് എന്റെ ജൂനിയേഴ്സ് കുറച്ചൊക്കെ സ്ട്രഗിൾ ചെയ്യണം എന്ന് ഹാരി പറയുവാണ്. അടുത്ത സീനില് സ്കൂളിൽ കൾച്ചറൽ ഫെസ്റ്റിവൽ നടക്കുന്നതുകൊണ്ട് എല്ലാവരും അതിന്റെ തിരക്കിലായിരിക്കും. അപ്പൊ ടൈക്ക് ഒരു ആപ്പിൾ എടുത്ത്, ഈ ആപ്പിൾ കാണാൻ നല്ല ഭംഗിയുണ്ട്, വളരെ ഗ്ലോസി ആയിട്ടുണ്ട്, ഇത് ഹിനയുടെ പരിപാടിയാണ്. അവൾ ഈ ആപ്പിൾ വാങ്ങിച്ച് പെയിന്റിൽ ഒരു കോട്ടിങ്ങും കൂടെ കൊടുത്തു. അപ്പൊ ഹിന എവിടെയാന്ന് ടൈക്ക് ചോദിക്കുവാണ്. അവള് ക്ലാസ് റൂമിൽ റിഹേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുവാണെന്ന് അവളുടെ ഫ്രണ്ട്സ് പറയുവാണ്. അങ്ങനെ ടൈക്ക് ഹിനേന്റെ അടുത്ത് പോവാണ്. എന്റെ എന്തെങ്കിലും സഹായം വേണോ ഹിന എന്ന് പറഞ്ഞ് കതവ് തുറക്കുമ്പോഴത്തേനും ഹിന അവിടെ കിടക്കുമായിരിക്കും. ടൈക്കിക്ക് പെട്ടെന്ന് അവള് മരിച്ചു പോയതുപോലെ തോന്നുകയാണ്. അവള് ചത്തു എന്ന് പറഞ്ഞ് ടൈക്ക് അവിടെ കിടന്ന് കാറുവാണ്. പെട്ടെന്ന് ഹിന കണ്ടു പുറത്ത് നോക്കിയിട്ട് അവിടെ നിന്ന് എഴുന്നേക്കുവാണ്. ഞാൻ ഇവിടെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഓ, ആ ലാസ്റ്റ് സീനല്ലേ, സ്നോ വൈറ്റ് എഴുന്നേക്കുന്ന ആ സീൻ, ആ ഒരു സീനാണ്. ഞാൻ എങ്ങനെയാണ് അത് ചെയ്തു തീർക്കണ്ടേന്ന് ആലോചിക്കാണ് എന്ന് ഹിന പറയുവാണ്. റിഹേഴ്സലിന് ഞാൻ നിനക്ക് ഹെൽപ്പ് ചെയ്യാം, സീൻ പാർട്ട്ണർ ആയ നിനക്കും കുറച്ചും കൂടെ ഈസി ആകും. അങ്ങനെ ടൈക്ക് ആ സ്ക്രിപ്റ്റ് ബുക്ക് എടുത്ത് നോക്കുമ്പോ അതിനകത്ത് ആ കിസ്സിങ് സീന് കാണുവാണ്. ഞാൻ ഇതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് ടൈക്ക് അവിടെ കിടന്ന് കാറുവാണ്. ഇല്ല, നീ അത് ചെയ്തേ പറ്റൂ ഹിന പറയുവാണ്. എന്നിട്ട് ടൈക്ക് ആ ബുക്ക് എടുത്ത്, ആ ശരി, നിനക്ക് ഇതിനകത്ത് എവിടെയാ ട്രബിൾ ആയിട്ട് തോന്നുന്നേ? അപ്പൊ എനിക്ക് ദേഷ്യം വരികയാണ്. മരണത്തിന്റെ വക്കിൽ നിന്ന് തിരിച്ചു വരുമ്പോ നീ എങ്ങനെയായിരിക്കുന്നു ഹിന ചോദിക്കുവാണ്. ആ ആ അത് കഷ്ടമുള്ള കാര്യം തന്നെയാണ്. സ്നോ വൈറ്റിന് ആ ആപ്പിളില് പോയിസൺ ഉണ്ടെന്ന് അറിയുന്ന രീതിയിൽ നോക്കിയാ ഞാൻ എല്ലാവരെ കഴിഞ്ഞും വളരെ സുന്ദരിയാണ്. ടൈക്ക് റിഹേഴ്സലിന് പറയുന്നത് പോലെ ഇമാജിൻ ചെയ്യുവാണ് ഹിന. എന്നിട്ട് ഹിന, ഞാൻ ഇതൊരിക്കലും ക്ഷമിക്കാൻ പോകുന്നില്ല, എവിടെ എന്റെ വാൾ, ഞാൻ നിന്നെ കൊല്ലട്ടെ എന്നൊക്കെ ഹിന ഈ കഥേനെ മാറ്റിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ ടൈക്ക്, നീ ഇങ്ങനെയൊന്നും കാണിക്കല്ലേ, എനിക്കറിയാം അവളെ എഴുന്നേക്കുമ്പോ അവളുടെ മുൻപിൽ ആ പ്രിൻസ് ഉണ്ടാവും. ആ സമയം അവളുടെ ഹാർട്ട് ഒന്ന് നിന്നിട്ട് ബീറ്റ് ചെയ്യും. പെട്ടെന്ന് ഹിന ആ കിസ് ഇമാജിൻ ചെയ്യുവാണ്. നീ ആരാടാന്ന് ഹിന ദേഷ്യത്തിൽ ചോദിക്കുവാണ്. നിനക്കിപ്പോ സംശയങ്ങളാണെന്ന് ടൈക്ക് പറയുവാണ്. ആ സമയം ഹിന ഒന്ന് ഡൗൺ ആവുകയാണ്. ഞാൻ ഇനി എന്താ ചെയ്യാ, ഈ ലാസ്റ്റ് സീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഈ സീൻ ഞാൻ നന്നായി തന്നെ പെർഫോം ചെയ്യണം. ആ സമയം ടൈക്ക് ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുവാണ്. ഹിന, നീ വളരെ നന്നായിട്ടാണ് ചെയ്യുന്നത്, നീ ഇതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, നീ ഈ സ്ക്രിപ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വായിച്ചുകൊണ്ടിരിപ്പുണ്ട്. എനിക്കാണെങ്കിൽ ഈ സീൻ കണ്ടിട്ട് വളരെ സന്തോഷമാണ് തോന്നുന്നത്. അപ്പൊ ഹിന, ഞാൻ എന്തേലും ഏറ്റെടുത്താ അത് തീർച്ചയായും ചെയ്യും. നീയും അങ്ങനെ തന്നെയല്ലേ? ഒരു സെക്കൻഡ്, നീയും ക്ലാസ്സിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അത് കഴിഞ്ഞ് നീ ജിമ്മിൽ പോയി പ്രാക്ടീസും ചെയ്യുന്നുണ്ട്. നീയും വളരെ അമേസിംഗ് ആണ് ടൈക്കി. നിനക്കറിയോ, എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. എന്തായാലും നമുക്കിനി റിഹേഴ്സൽ ചെയ്യാം. എന്നാ ശരി, നിന്റെ ലൈനിന്റെ മുമ്പിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങാം. എന്റെ ജോബ് ഞാൻ നന്നായി ചെയ്യുന്നുണ്ട് എന്ന് കേൾക്കുമ്പോ എനിക്കെന്തോ വളരെ സന്തോഷം തോന്നുന്നുണ്ട് എന്ന് ടൈക്ക് മനസ്സിൽ വിചാരിച്ച് അവൻ ആ സ്ക്രിപ്റ്റ് വായിക്കുവാണ്. ഓ സ്നോ വൈറ്റ്, ഞാൻ നിന്നോട് യാചിക്കുന്നു, നീ ഒന്ന് എഴുന്നേക്ക്, ഇവിടെ നിന്നെ ചുംബിച്ചു എന്ന് ടൈക്ക് വായിക്കുവാണ്. പക്ഷെ ഹിനയ്ക്ക് ഒരനക്കവും ഇല്ല. ഹിന അങ്ങനെ തന്നെ കിടക്കുവാണ്. എന്നിട്ട് ടൈക്ക് ഹിനനെ വിളിക്കുവാണ്. ഇപ്പോഴും നീ അഭിനയിച്ചോണ്ടിരിക്കുകയാണോ? എന്നെ കൊണ്ട് കഴിയില്ല, എനിക്ക് യഥാർത്ഥ കാര്യം ഇമാജിൻ ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല. നിന്നെ യഥാർത്ഥത്തിൽ കിസ് ചെയ്യുന്നത് ടൈക്ക്. ടൈക്ക് ഞെട്ടിയിട്ട് എന്തെന്ന് ചോദിക്കുവാണ്. അത് ശരിക്കും ചെയ്യണോ, എന്നെ യഥാർത്ഥത്തിൽ കിസ് ചെയ്യണോന്ന് ചോദിക്കുവാണ് ഹിന. ഇല്ല വേണ്ടാന്ന് ടൈക്ക് പറയുവാണ്. ശരി, എനിക്കത് അറിയാമായിരുന്നു, നീ എസ് പറഞ്ഞിരുന്നെങ്കിൽ അതൊരു വഴിത്തിരിവായിരുന്നേനെ, അതുമല്ലാണ്ട് നിന്റെ ഹാർട്ട് ഇപ്പൊ നിന്നിട്ട് ഇടിച്ചില്ലേ. ഇതൊക്കെ ഗ്രേറ്റ് ഹിന സ്ട്രാറ്റജിയാണ്. എന്നാ ശരി, ഞാൻ ബാക്കിയുള്ളവരെന്താ ചെയ്യുന്നതെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഹിന അവിടുന്ന് പോവുകയാണ്. ടൈക്ക് ആകെ എന്തോ പോലെയായി അവിടെ ഇരുന്നിട്ട് അവന്റെ കൈയെടുത്ത് ആ ഡെസ്കിലിട്ട് ഇടിക്കുവാണ്. എന്നിട്ട് ഹിന പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. ഹിന ടൈക്കിന് ഇഷ്ടമാണെന്ന് പറഞ്ഞതും എന്നെ കാണുമ്പോ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നുള്ളത് നിന്നെ റിമൈൻഡ് ചെയ്യുന്നു പറഞ്ഞതും ഒക്കെ ടൈക്ക് അവിടെ ഇരുന്ന് ആലോചിക്കുവാണ്. അടുത്ത സീനില് ടൈക്കി ഹാറിയും കൂടെ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുവാണ്. ടൈക്കിക്ക് ഒരു പോയിന്റ് പോലും എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ ടൈക്കി മനസ്സിൽ വിചാരിക്കുകയാണ്, എന്താണിത്, എനിക്ക് ബാക്കിയുള്ളവരെയൊക്കെ ബീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷെ ഞങ്ങള് തമ്മിലുള്ള സ്കോർ ഇന്നും വൈഡായിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. എനിക്ക് ഇന്നും എന്നെ കൊണ്ട് വിശ്വസിക്കാനാവുന്നില്ല ഞാൻ എത്രത്തോളമാണ് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതെന്ന്. എല്ലാത്തിനെ കഴിഞ്ഞും യൂസ ഇതിനെ കഴിഞ്ഞും ബെറ്റർ ആയിരിക്കും. ഹാരി പെട്ടെന്ന് ടൈക്കിനെ വിളിക്കുവാണ്. കോൺഫിഡന്റ് അല്ലാണ്ട് നീ ഷോട്ട്സ് അടിക്കുന്നത് എന്റെ അടുത്ത് എന്തായാലും വർക്കൗട്ട് ആവില്ല. അങ്ങനെ ടൈക്കി
ഡൗൺ ആയിട്ട് നോക്കുമ്പോ ഹിനേനെ അവളുടെ കോച്ച് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇപ്പഴത്തെ ചിനാറ്റ്സു നന്നായി തന്നെ പെർഫോം ചെയ്യുന്നുണ്ടാവും. അവളുടെ ഫ്രണ്ട്സ് ഒക്കെ അവളെ അപ്രീഷിയേറ്റ് ചെയ്യുവാണ്. എന്റെ കാര്യം വളരെ കഷ്ടാണ്. അടുത്ത സീനില് ക്യാപ്റ്റൻ അവിടെ കിടന്ന് കാറാണ്. ക്ലാസ് ഡി, നിങ്ങൾ കറി ടേസ്റ്റ് ചെയ്യാൻ പോയാ? എന്നാ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോവാം എന്നവൻ പറയാണ്. അപ്പൊ ഹാരിയു, എനിക്ക് കറി ഇഷ്ടമല്ല. അങ്ങനെ അവര് ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ നിന്ന് പോവാണ്. ആ സമയം ചിനാറ്റ്സു ഹാരിയുന്റെ അടുത്ത് വരുവാണ്. നിനക്ക് നൈറ്റ് പ്രാക്ടീസ് ഉണ്ടോ? ഇല്ല, നൈറ്റ് പ്രാക്ടീസ് ഇല്ല. പക്ഷേ കൾച്ചറൽ ഫെസ്റ്റിവൽ കാരണം എനിക്ക് ഇന്ന് ഇവിടെ താമസിക്കണം എന്ന് ചിനാറ്റ്സു പറയുവാണ്. ഓ, അപ്പൊ നീ നല്ല തിരക്കിലാണല്ലേ? നീ വളരെ സെൽഫ് ഡിസിപ്ലിൻഡ് ആണല്ലേ? അങ്ങനെയൊന്നുമില്ല. നീ ദിവസവും മുടങ്ങാണ്ട് പ്രാക്ടീസിന് വരുന്നുണ്ട്. അതുകൊണ്ട് എന്റെ ബുക്കില് നീ വളരെ സെൽഫ് ഡിസിപ്ലിൻഡ് ആണ്. അപ്പൊ ചിനാറ്റ്സു ചിരിച്ചിട്ട്, അല്ല, നിങ്ങളുടെ ടീമിലുള്ള ടൈക്കി അവനും നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ. ടൈക്കിക്ക് സെൽഫ് ഡിസിപ്ലിനേക്കാൾ ഉത്സാഹമുള്ളവനാണെന്ന് ഞാൻ പറയും. അപ്പൊ ചിനാറ്റ്സുനൊന്നും മനസ്സിലാവുന്നില്ല. അതിന്റെ ഡിഫറൻസ് എന്താന്ന് ചോദിക്കുവാണ്. അതിനർത്ഥം നീ ഒരു സാഡിസ്റ്റ് ആണ്, അവനൊരു മാസോക്കിസ്റ്റ് ആണ്. നിനക്ക് ആരെങ്കിലും ബീറ്റ് ചെയ്യണമെന്ന് നിനക്ക് തോന്നിയാ നീ അതിനു വേണ്ടിയിട്ട് ഒരു ഗോള് സെറ്റ് ചെയ്യും. നിനക്ക് എന്താണോ അതിനു വേണ്ടി ചെയ്യാൻ കഴിയുക അതിൽ നീ ഫോക്കസ് ചെയ്യും. നിനക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ കുറിച്ച് നല്ലതായി തോന്നുന്നത് നിർത്തിക്കഴിഞ്ഞാ അത് ശരിക്കും മരുഭൂമിയിൽ പോയിട്ട് വെള്ളം കിട്ടാത്തതുപോലെയാണ്. അതുകൊണ്ട് എന്താണ് നേടാൻ കഴിയുക? ടൈക്ക് അവന്റെ ഷോട്ട്സിൽ വളരെ ഫോക്കസ്ഡ് ആണ്. പക്ഷെ അവൻ എപ്പോഴും കുറച്ച് വെള്ളം കുടിക്കാൻ മറക്കുവാണ് എന്ന് ഹാരി പറയുവാണ്. എനിക്ക് മനസ്സിലായി. അവൻ വേഗത്തിൽ മുന്നോട്ട് പോവാൻ അവൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ധാരാളം വെള്ളം കുടിച്ചിട്ടും ഗിവപ്പ് ചെയ്യുന്ന ചിലരുണ്ട്. പക്ഷെ നമുക്ക് ഗിവപ്പ് ചെയ്യണ്ടെങ്കിൽ നമ്മുടെ കാലുകൾ മൂവ് ചെയ്തോണ്ടേയിരിക്കണം. കാരണം നിർത്തുന്നതാണ് ശരിക്കും നമ്മളെ വേദനിപ്പിക്കുന്നത്. നിനക്ക് കാര്യം മനസ്സിലായി. എന്നാ ശരി, ഞാൻ എന്റെ പ്രാക്ടീസിന് പോവുകയാണ് എന്ന് പറഞ്ഞ് ഹാരി മുമ്പോട്ട് നീങ്ങുമ്പോഴത്തേനും ചിനാറ്റ്സു ഹാരുവിനെ വിളിക്കുവാണ്. നീ ടൈക്കിന്റെ ഈ കാര്യത്തില് ഇത്രയും വെറീഡ് ആണെന്നുണ്ടെങ്കിൽ നിനക്ക് അവനോട് പറഞ്ഞൂടെ? അവന് കുറച്ച് വെള്ളം കൊടുത്തൂടെ? നീ അവനെ കഴിഞ്ഞും ഉയർന്ന ക്ലാസ്സിലല്ലേ പഠിക്കുന്നേ? അത് കേട്ട് ഹാരിയു, ഞാൻ ആദ്യം എനിക്ക് വേണ്ടി കുറച്ച് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞ് ഹാരിയു ജിമ്മിലോട്ട് പോവുകയാണ്. എന്നിട്ട് ടൈക്കിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞ് ഹാരിയു ഒരു ബോട്ടിൽ വെള്ളമൊക്കെ എടുത്തിട്ടാണ് പോകുന്നേ. അങ്ങനെ ഹാരി ഉള്ളിലോട്ട് വന്ന് ടൈക്കി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേനും ടൈക്കി അവിടെ ഇരുന്ന് കറി കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അത് കാണുമ്പോ ഹാരിയുടെ ദേഷ്യം വന്നിട്ട്, നീ ഇപ്പൊ ഇരുന്ന് കറി കഴിക്കുവാണോ? ഞങ്ങൾക്ക് ക്യാപ്റ്റനാണ് ഈ കറി കൊണ്ടുവന്ന് തന്നത്. എന്ത് നല്ല ക്യാപ്റ്റൻ ആണല്ലേ എന്ന് ടൈക്കി പറയുവാണ്. ഞാൻ നിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാന്ന് കരുതിയിട്ടാ വന്നത്. ഇനി ഞാൻ ക്യോന്റെ അടുത്ത് ചോദിക്കാം എന്ന് പറഞ്ഞ് ഹാരി പോകുമ്പോഴത്തേനും, നിക്ക് ഞാനിപ്പോ വരാന്ന് ടൈക്കി പറയുവാണ്. അല്ല, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ വെള്ളം എനിക്ക് കുറച്ച് കുടിക്കാൻ തരുമോ? ഈ കറി വളരെ സ്പൈസിയാണ്. അതൊന്നും തരാൻ പറ്റില്ല എന്ന് ഹാരി പറയുവാണ്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല, എനിക്ക് താഴ്ന്നു പറഞ്ഞ് ടൈക്കിയും പോവാണ്. പിറ്റേ ദിവസം രാവിലെ ജിമ്മില് പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ക്യാപ്റ്റൻ ആരോടെങ്കിലും പോയി കോച്ചിനെ ഒന്ന് വിളിക്കാൻ പറ്റുമെന്ന് ചോദിക്കുവാണ്. ടൈക്കി, ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പൊ ടൈക്കി ഇങ്ങനെ മനസ്സിൽ കരുതുവാണ്, ഇപ്പോ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇങ്ങനെയാണ്, വളരെ കഷ്ടം തന്നെ. ഹിന അവളുടെ ഇഷ്ടം എന്നോട് പറഞ്ഞതിന് ശേഷം അവൾക്ക് ഇപ്പൊ അതിനുള്ള ആൻസർ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഇതിൽ നിന്ന് എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല. അതുമല്ലാണ്ട് ഒരു അത്ലീറ്റ് എന്ന നിലയിൽ ഞാൻ മാത്രമാണ് ഒരു പ്രോഗ്രസ്സും ഉണ്ടാക്കാതിരിക്കുന്നേ എന്നിങ്ങനെ ടൈക്കി ആലോചിച്ച് പോകുമ്പോഴത്തേനും പെട്ടെന്ന് ഒരാൾ എക്സ്ക്യൂസ് മീ എന്ന് പറയുമ്പോൾ ടൈക്കി തിരിഞ്ഞു നോക്കുമ്പോ അത് യൂസ് ചെയ്യായിരിക്കും. ഈ ജിമ്മിലോട്ട് പോകാനുള്ള വഴി ഏതാന്ന് യൂസ് ചോദിക്കുവാണ്. അങ്ങനെ യൂസേനെ കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ തീരുവാണ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.